ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഒരു ഭയങ്കര കോൺഫിഡൻസിലിരിക്കുന്ന ഒരു സമയമാണ് ഇന്നത്തെ ദിവസം. എന്ത് പ്രതിസന്ധി വന്നാലും തരണം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അത്ര ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്ന സമയം ചിലപ്പോൾ വേറെ ഉണ്ടാവില്ല. അങ്ങനത്തെ എനർജിയുള്ള കുറേ ആൾക്കാരുണ്ട് ഇതിനകത്ത്. കാരണം എന്ത് തന്നെ ആയാലും നിങ്ങൾക്കത് മറികടക്കാൻ പറ്റും. ഇതിൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇമോഷൻസിനൊന്നും ഒരു വാല്യൂ നിങ്ങളിപ്പോൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ പാസ്റ്റിൽ ഇമോഷൻസിന് വാല്യൂ കൊടുത്ത് നിങ്ങൾ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് ജീവിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച് ചിലപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊന്നും തന്നെ ഒരു വാല്യൂം കൊടുക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർ എന്തോ ഒരു തിരിച്ചറിവ് വന്നു എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കും, വീണ്ടും അത് ചേഞ്ച് ചെയ്യും, വീണ്ടും തീരുമാനം എടുക്കും, വീണ്ടും ചേഞ്ച് ചെയ്യും. അങ്ങനെ ഇരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അങ്ങനെ ചേഞ്ച് ചെയ്യൂല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളെടുത്ത ഈ ഒരു തീരുമാനം ഇത് ഒരിക്കലും നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ തന്നെ പോകണം. അപ്പം അതിനുള്ള എല്ലാ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നീക്കിയിട്ടുണ്ടായിരിക്കാം. ഇത് റിലേഷൻഷിപ്പിൽ ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരുപാട് താണു കൊടുത്തിരുന്ന ആൾക്കാർ ഈ ഒരു സമയം നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലനിൽപ്പ് വേണം, നിങ്ങളുടെ സ്വാതന്ത്ര്യങ്ങൾ വേണം. മാത്രമല്ല നമ്മളുടെ അസ്തിത്വം മറന്ന് കളഞ്ഞ് വേറൊന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളത് സംസാരിക്കാനൊന്നും പോകുന്നില്ല, നിങ്ങൾ ഉള്ളിൽ വെച്ച് പെരുമാറാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതി. നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതി. ഇത് പ്രാവർത്തികമാക്കിയാൽ മാത്രം മതി. ഇതിൽ ഒരിക്കലും മറ്റുള്ളവരോട് പറയുന്നില്ല. അങ്ങനത്തെ ഒരു തീരുമാനം നിങ്ങൾ ഇന്നത്തെ ദിവസം എടുക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് 2026 നിങ്ങളുടെ ഒരു തീരുമാനമായിരിക്കാം. ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ എൻ്റെ ആക്കി കളഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ തന്നെ എൻ്റെ ആക്കിയതാണ്. വേണ്ടാത്ത കുറേ ഇമോഷൻസ് ആയിരിക്കാം, ചിലപ്പോൾ ചില റിലേഷൻഷിപ്പിൽ ചെയ്തിരുന്ന വിട്ടുവീഴ്ച ആയിരിക്കാം, ചിലപ്പോൾ ചില റിലേഷൻഷിപ്പായിരിക്കാം, ചില കൂട്ടുകെട്ടായിരിക്കാം, അത് എന്തൊക്കെയോ കാര്യങ്ങൾ, ചിലപ്പോൾ ചില കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിൽ കൊടുത്തിരിക്കുന്ന എക്സ്ക്യൂസസ് ആയിരിക്കാം. അതൊക്കെ നിങ്ങൾ എൻ്റെ ആക്കി എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ തീരുമാനങ്ങളെല്ലാം വേറൊരു ലെവലിലായ പോലത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് കിട്ടിയത്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ്, നിങ്ങളുടെ ഒരു സോൾ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നിങ്ങളിങ്ങനെ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. എയ്റ്റ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ഇതിൽ ഒത്തിരി ജോലികൾ, ഒത്തിരി കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നുള്ളതാണ്. ഈ കൂടെ ഉള്ള ആൾക്കാരൊക്കെയും കൂടെ നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. അവർ ചിലപ്പോൾ നിങ്ങളെ ഒന്നിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഒരു കാര്യം, ഒന്നുകിൽ ഒരു ഇമോഷണൽ സപ്പോർട്ട് പോലും ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളുടെ കൂടെ ഉള്ളത്. പക്ഷേ നിങ്ങളത് ഒറ്റയ്ക്ക് കുറേ കാര്യങ്ങളെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ കഴിവാണെന്ന് ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പാസ്റ്റിൽ ചിലപ്പോൾ അത്
നിങ്ങൾ ചിന്തിക്കുന്നത് അയ്യോ ഇത് എന്നെ സഹായിക്കുന്നില്ലല്ലോ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ചിന്ത എന്നെ ആരും സപ്പോർട്ട് ചെയ്യാതെ തന്നെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവ് എനിക്കുണ്ടല്ലോ, അതിന് ദൈവത്തിന് നന്ദി. അപ്പം അത്രയും കോൺഫിഡൻസ് നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ അതിന് ചിലപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ്, അത് നിങ്ങളുടെ ഒരു മാലാഖയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ശക്തിയായിരിക്കാം, അതൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃക്കൾ ആരെങ്കിലും ആയിരിക്കാം. നിങ്ങളെ കൃത്യമായിട്ടും ഒരു ഗൈഡൻസ് തരുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ ഉള്ളിലിരുന്ന് ഒരു ഇൻഡ്യൂഷൻ പോലെ അവരായിരിക്കണം പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളതാണ് കാണുന്നത്. പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറേ പ്ലാനിങ് ഉണ്ട് 2026. കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പിറകിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ ചെയ്തു തീർക്കാനുള്ള കുറേ പ്ലാനിങ്സ് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു സമയം. ഇപ്പോൾ 2026 മുന്നേ ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങൾ, പിന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു തീർക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് സ്പിരിച്വലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കൂടുതൽ ഒരു ഡീപ്പായിട്ട് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പം ചില ഹിൻഡുകൾ നിങ്ങൾക്ക് സ്വപ്നത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തോ ഒക്കെ നിങ്ങൾക്കൊരു ഇത് കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ഈ ഒരു സമയം ആ ഒരു കാര്യം ഡീപ്പായിട്ട് പഠിക്കണമെന്ന് ആരോ നിങ്ങളുടെ ഉള്ളിലിരുന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഇതൊരു ഹീലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ സ്പിരിച്വലായിട്ടുള്ള എന്തോ ഒരു കാര്യമാണ്. അത് നിങ്ങൾക്കിപ്പോൾ ആൾറെഡി അറിയാം, അത് കൂടുതലായിട്ട് നിങ്ങൾക്കത് അതിലോട്ട് എത്തണം എന്നുള്ളൊരു ചിന്ത ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പം നിങ്ങളതിനെ പറ്റി കൂടുതൽ പഠിക്കുന്നു എന്നുള്ളതാണ്. കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിൽ. മറ്റുള്ളവരോട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ ചെയ്യാൻ മാത്രമുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്. അങ്ങനെ ചെയ്യൂ, ഇതിങ്ങനെ വേണ്ട എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അങ്ങനെ പറ്റണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാരണം പാസ്റ്റിൽ നോ പറയാൻ പറ്റാത്ത ആൾക്കാരായിരിക്കാം. എന്ത് ചെയ്യാലും മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നോ പറയാത്ത ആൾക്കാർ ഈ ഒരു സമയം നോ പറയണം. ഈ വേണ്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അയ്യോ വേണ്ട, ഇനി അവർക്ക് വിഷമം തോന്നും, അതുകൊണ്ട് ഞാനത് ചെയ്യണില്ല എന്ന് വിചാരിക്കുന്നത് മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന ഒരു സ്വഭാവമൊക്കെ മതിയാക്കി നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന, മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത എന്ത് കാര്യവും നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. നോ പറയേണ്ട സമയത്ത് അല്ലെങ്കിൽ നോ പറയേണ്ട സ്ഥലത്ത് കൃത്യമായിട്ടും ഇതൊരു നോയാണ്, ഇതെനിക്ക് വേണ്ട, ഇതെനിക്ക് പറ്റില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ട്. കാരണം മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോ പറയാതിരിക്കും, പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സഫർ ചെയ്യുന്നതെന്നുള്ള ഒരു ചിന്ത പോലും അവർക്ക് പിന്നീട് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് നോക്കാതെയോ നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും നോക്കാതെയോ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ, മറ്റുള്ളവർ എന്തെങ്കിലും ആവശ്യം പറയുമ്പോഴോ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുത്തേക്കാം. പക്ഷേ അതിനൊന്നും ഒരു മൂല്യവും തരുന്നില്ല എന്നുള്ളതാണ്. അവർ ചിന്തിക്കുന്ന പോലുമില്ല അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സമയവും നിങ്ങളുടെ എഫേർട്ടും ഇതൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തത് എന്ന് ചിന്തിക്കുന്ന പോലുമില്ല. ഈ ഒരു സമയം നിങ്ങൾ ആ ഒരു കാര്യം, ഒരു തിരിച്ചറിവ്, അത് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കേണ്ട ആൾക്കാരാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ വന്നത് ഒറ്റയ്ക്കാണ്, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോകാനുള്ള ആൾക്കാരുമാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ നമ്മളിലേക്ക് ഉണ്ടാകാം. നമ്മളുടെ ഫാമിലി ഉണ്ടാകാം, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാകാം, നമ്മുടെ കുട്ടികളുണ്ടാകാം, ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകാം, ഒരുപാട് ആൾക്കാർ നമ്മളുടെ കൂടെ ഉണ്ട്. പക്ഷേ നമ്മളെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമുക്കാണ്. നമ്മൾ ഇൻഡിപെൻഡൻസ് സോളാണ്. നമ്മളൊരിക്കലും ഇപ്പോൾ ടിൻസ് പോലും അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ജനിക്കുന്നത്, അവരും ഒറ്റയാണ്. അപ്പോൾ
നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നമുക്കൊരു പർപ്പസ് ഉണ്ട് ഈ ഭൂമിയിൽ നമ്മൾ വരാൻ. ഇത് ആ പർപ്പസ് എന്താണ് എന്ന് കണ്ടെത്തി നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ സന്തോഷങ്ങൾ അത് മറ്റുള്ളവർക്ക് വേദന ഇല്ലാത്ത തരത്തിലുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത തരത്തിലുള്ള എന്ത് സന്തോഷം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അങ്ങനെ ഒരു തീരുമാനം ഇന്നത്തെ ദിവസം നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഒരു പുതിയ ഒരു ഐഡിയ നിങ്ങൾക്ക് വരുന്നതായിരിക്കാം. ഇതിൽ കുറേ ആൾക്കാർക്ക് ഈ ഫാഷനുമായിട്ട് സംബന്ധിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബൊട്ടിക്കോ പാർലറോ അല്ലെങ്കിൽ അങ്ങനെ ഫാഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് പുതിയ ഒരു ഐഡിയ വരുന്നു എന്നുള്ളതാണ്. പുതിയ കുറേ അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, നിങ്ങൾ ഒരു പ്രോഡക്റ്റ് എങ്ങനെ ചെയ്യാം, ആ പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കുറേ ഐഡിയാസ് നിങ്ങളതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ്. നോക്കാം, ഇത് ഹൈറഫൻ്റ് ആണ്. ഇതിൽ നിങ്ങളൊരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയിൽ ചേരുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്കൊരു ഗുരുവിൻ്റെ ഗൈഡൻസോടുകൂടി നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു സോൾ പർപ്പസ് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളൊരു ഗുരുവിനെ കാണാൻ, ഒരു ഗുരുവിനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നമ്മൾ അപ്പോൾ ഇതൊരു മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തതായിരിക്കാം. അങ്ങനെ എന്തോ ഒരു കാര്യമാണ് കേട്ടോ. ഒരു മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങളത് ഫോളോ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ നേരത്തെ ഇത് ആലോചിച്ചിരുന്നതാണ്, എങ്ങനെയാണ് ഞാൻ എൻ്റെ പർപ്പസ് കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു സ്പിരിച്വലായിട്ടുള്ള എന്തോ ഒരു കാര്യം വേണമെന്ന് നിങ്ങൾ കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. യഥാർത്ഥത്തിൽ അത് നിങ്ങൾ വീണ്ടും അതിന് ഒരു ഗുരു അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ നിങ്ങളത് തേടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ഗുരു നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഒരു കാര്യത്തെയും നമ്മൾ അന്ധമായിട്ട് ഫോളോ ചെയ്യാതിരിക്കുക. നമുക്ക് അതിലുള്ള നല്ല വശങ്ങൾ മാത്രം, നമ്മളൊരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ സോളിനും ശരിക്കും പവറുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക, ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് വേണ്ടത്, അത് നിങ്ങൾ പൂർണ്ണമായും റിസീവ് ചെയ്യുക. നിങ്ങളുടെ ആ സോൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. അല്ലാതെ അവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപടി നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് അത്ര കണ്ട് പൂർണ്ണമായും ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. നമുക്ക് പറ്റാതാവുമ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഇത് നമ്മളുടേതായ ഒരു കാര്യം അതിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇതിൽ ഒരു സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു, നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു, നിങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. ഇതുവരെയും ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്നോ നിങ്ങൾ എന്താണെന്നോ യഥാർത്ഥത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കില്ല. നിങ്ങളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓട്ടപ്പാച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കതൊരിക്കലും ഇത് നിങ്ങൾക്ക് എന്തൊക്കെ വേണം, യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണ് എന്നൊന്നും നിങ്ങൾ തിരിച്ചറിയാൻ മറന്നുപോയ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളുടെ അസ്തിത്വം മറന്നുപോയ ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു സമയം നിങ്ങളെന്താണെന്ന് മനസ്സിലാക്കുന്നു, നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് കാണുന്നത്. 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതിനകത്ത് കുറേ ആൾക്കാരിങ്ങനെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ സഹായത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു അബദ്ധത്തിൽ പോയി പെട്ട് ഇവിടെ നിന്ന് എണീക്കാൻ പറ്റാതെ അബദ്ധത്തിൽ പോയി പെട്ട് ഇങ്ങനെ അവിടെ നിന്ന് ആരെങ്കിലും വന്നൊന്ന് സഹായിക്കുമോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. നോക്കാം അത് എങ്ങനെയാണെന്ന്. പേജ് ഓഫ് കപ്സ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സഹായം വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് എവിടെന്നെങ്കിലും വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സഹായം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. നമുക്ക് നോക്കാം.
ആൻസൈറ്റിയാണ്. കുറേ ആൾക്കാരിങ്ങനെ ഇതിലൊരു ആൻസൈറ്റിയിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ എനർജിയാണൊന്ന് ചേഞ്ച് ചെയ്യേണ്ടത്. അവർ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷ വേണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളാണ് ഈ ക്യൂൻ ഓഫ് സോർട്സിൻ്റെ ഒരു എനർജിയിലേക്ക് വരേണ്ടത്. ഈ ഡിപ്രഷനൊക്കെ മാറ്റിക്കളയുക. നമുക്ക് മാറ്റാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ള ഇല്ല എന്ന് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് മാറുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക. ഹാപ്പി ഫാമിലിയാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് ഇനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങളല്ലാതിരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഒരു മൂല്യവും തരാത്തത്, നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഇല്ല, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഫ്ലെക്സിബിൾ ആവും എപ്പോഴും. അപ്പോൾ അങ്ങനെ ഫ്ലെക്സിബിൾ ആകുന്ന ആൾക്കാരെ മറ്റുള്ളവർ യൂസ് ചെയ്യണത്. അവരത് കേൾക്കും, അല്ലെങ്കിൽ അവർ അങ്ങനെയാണ്, അവർ നമുക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാം. പക്ഷെ അവനവന് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ തീരുമാനങ്ങൾ, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.